അടുക്ക മുജീബ് റഹ്മാൻ മുഖ്യമന്ത്രിയുടെ മകളെ പോലെ ഇവർക്ക് മാസപ്പടി ചോദിക്കാനോ നോക്കൂലി വാങ്ങാനോ സാധിക്കില്ല സാർ. ഒരല്പം കരുണ മാത്രമല്ല, അർഹതപ്പെട്ടത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായിട്ട് വിശദീകരിക്കുകയായിരുന്നു അനവധ്യ കൃത്യമായിട്ട് കാര്യങ്ങൾ. ഒരുപക്ഷെ താങ്കൾക്ക് അത് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങ് മാസപ്പടി എന്നുള്ളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ മാസപ്പടി എന്നുള്ളത് UDF-ന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും വാങ്ങിയാൽ അതിനെ മാസപ്പടി എന്നല്ലേ വിളിക്കുന്നത്? അല്ല, ഇപ്പൊ ചാർജ് ഷീറ്റ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയല്ലേ? അങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അല്ല, അതിൽ തർക്കിക്കണ്ട. എന്തായാലും വാർത്ത വന്നതാണല്ലോ. മുജീബ് റഹ്മാൻ ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? അല്ല, അങ്ങ് പറഞ്ഞത് നിങ്ങൾ ഈ 24 മണിക്കൂർ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ നവോത്ഥാനം മതിലൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കിയത്. ഇപ്പൊ എന്താ സാർ, സ്ത്രീകൾ വേണ്ടേ? എന്താ നിങ്ങളുടെ നിലപാട്? മാത്രമല്ല, ജയസൂര്യ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ റാങ്ക് ലിസ്റ്റ് അത് മുന്നിൽ വെച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക, അതാണോ നിങ്ങളുടെ അജണ്ട? തുറന്നു പറയുക. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ CPO ഉദ്യോഗാർത്ഥി തന്നെ, ആ കുട്ടി തന്നെ പറഞ്ഞല്ലോ, ഇത്ര പേരെ നിയമിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവരെ കൂടി നിയമിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിന് ഇനി ദിവസങ്ങൾ കൂടി. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് എടുത്താ പോരെ? തീർച്ചയായിട്ടും അതിനി ബാക്കി ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. 3-4 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ. 3 ദിവസമേ ഉള്ളൂ. ബാക്കിയുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, കേരളത്തില് ഇതിന് മുമ്പിരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നല്ലോ, UDF-ന്റെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. എത്ര വർഷമാണ് മുജീബ്? ഇങ്ങനെ ഒരു താരതമ്യ പഠനം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അനവധിയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നതും അങ്ങനെയല്ല. സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇത് ഇവർക്ക് അവസാന ബസ്സാണ്. 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ലിറ്ററലി 5 ഉണ്ടെങ്കിലും 3 മാത്രമേ. അനവധി അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് 3 കണക്ക് കൂട്ടുന്നത് എന്നുള്ളത്. സ്വാഭാവികമായി ഈ 3 ദിവസത്തിനുള്ളിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ എന്തിനാണ് ഈ മർക്കട മുഷ്ടി കാണിക്കുന്നത്? ഈ പാവപ്പെട്ട പെൺകുട്ടികളല്ലേ? നിങ്ങൾ എത്ര പണം ദൂർത്തടിക്കുന്നു സാർ? എന്തിനൊക്കെ വെറുതെ ചെലവഴിക്കുന്നുണ്ട്? ഒരു ജോലിയല്ലേ അവർ ആഗ്രഹിക്കുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് അവർ പഠിച്ചത്? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കഥ കടക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അവരുടെ മുന്നേ വാതിൽ കൊട്ടി അടക്കുമ്പോഴുള്ള ഒരു വിഷമം. അത് മുജീബിന് അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ, ആ മകൾക്ക് ഇതേ അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. അനവധി ആവശ്യപ്പെട്ടതും അതാണല്ലോ. തീർച്ചയായും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരാളിന്റെ പോലും തൊഴിൽ നിഷേധിക്കില്ല. ഒരാളിന് പോലും അത്തരത്തിലുള്ള ഒരു അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായി അവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് അവർക്ക് കൃത്യമായി ജോലി വാങ്ങിക്കൊടുത്തിരിക്കും. ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആരുടെയെങ്കിലും ജോലി ഇത്തരത്തിലുള്ളവരുടെ നിഷേധിക്കപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. വീണ്ടും എനിക്ക് മുതിർന്നവരെ ഇങ്ങനെ പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ, ക്ഷമിക്കണം. ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിന്ന് ഇനി എടുത്തില്ലെങ്കിൽ ആ ചരിത്രമൊക്കെ മാറിപ്പോകും സാർ. ഞങ്ങള് വെറുതെ PSC എക്സാം ഒക്കെ എഴുതുന്ന അങ്ങനെയൊക്കെ വന്നു പോകും സാർ. അതൊന്ന് പരിഗണിക്കണം. നിങ്ങളെയും ഒക്കെ തന്നെ ഈ സമരരംഗത്തേക്ക് തിരിച്ചുവിട്ടതിന് പിന്നിൽ പലരുടെയും സമരം നടത്തുന്നു. അതിനെനിക്ക് വ്യക്തമായ മറുപടി ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഓൺലൈൻ മീഡിയാസ് പലതും പറയും, പക്ഷെ അങ്ങേ പോലുള്ള ഒരാൾ അങ്ങനെ പറയേണ്ട ഒരാളല്ലേ, ചിന്തിച്ചിട്ടൊക്കെ പറയുന്ന മനുഷ്യനല്ലേ, അന്വേഷിച്ചിട്ട് പറയുന്ന ആളല്ലേ, ആധികാരികമായിട്ട് പറയുന്ന വ്യക്തിയല്ലേ. അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ ഓൺലൈനായി നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ പ്രേരണ മൂലം വന്നവരല്ല. അങ്ങനെയെങ്കിൽ സാർ ആ ടാർപ്പായി സാർ ആരടുത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്ക്. ഇപ്പം മഴ പെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാം കൂടി വാരിക്കെട്ടി ഒരു ടാർപ്പായിനകത്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത്, ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ഒരാൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടാർപ്പായി വലിയ സെക്രട്ടേറിയറ്റ് കമ്പിയില്ലെങ്കിൽ ഞങ്ങൾ കെട്ടിയേനെ. ഞങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കില്ലായിരുന്നു സാർ. ഞങ്ങൾ 3 മണി മുതൽ 7:30 വരെ പിന്നെ മഴ കൊണ്ട് നിൽക്കില്ലായിരുന്നു സാർ. ആ പീരീഡ്സ് ആയ കുട്ടികളൊക്കെ എങ്ങനെയാ മഴ കൊണ്ട് നിൽക്കുന്നത് സാറൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. BP കൂടിയവർ, കുറഞ്ഞവർ, കിഡ്നി സ്റ്റോൺ ഉള്ളവർ, മറ്റേ അതിന് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, അവിടെയുള്ള കുറേ ഹോട്ടലുകാരടുത്തും പിന്നെ ഹോട്ടലുകാരടുത്ത് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ എങ്ങനെ വന്നവരാണെന്നുള്ളത്. സാർ ഒരിക്കലെങ്കിലും
നേരിട്ട് അന്വേഷിച്ചല്ലോ സാർ ഈ പറയുന്നത്. ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ഈ സമരത്തെ ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി നേരിട്ട് മനസ്സിലാക്കാം. കോൺഗ്രസോ BJP അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ ഒന്നും ഞങ്ങളെ പുറകില്ല. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞങ്ങളെ കൂടുതൽ കണ്ണൂരൊക്കെയുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഉറപ്പായിട്ടും തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതെനിക്കത് 100% ഉറപ്പാണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്ന ഒരാളല്ലേ, എനിക്കിപ്പോൾ പോയിട്ട് കുടിക്കാൻ കഞ്ഞി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ഒരാൾ അങ്ങനെ പ്രേരണ മൂലമൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരാൾ ഇറക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണം താമസം അവരെത്തിക്കൂലേ? ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾ അവിടെ ലഗേജ് മാത്രം വെക്കും. ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, അതിന് പോലും മര്യാദക്കൊരു ഡോറില്ല. സാർ അതുകൂടെ ഓർക്കണം. ഈ ബംഗാളികളും അങ്ങനെ ഒരാളെ നമ്മൾ അതിശയിച്ച് പറയാൻ പാടില്ല. എങ്കിലും അത്രയും ദയനീയമായിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ഭക്ഷണം മൂത്രം ഒഴിക്കാഞ്ഞിട്ടാണ് സാർ യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. ഞങ്ങൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ പ്രേരണ മൂലമൊക്കെ ഞങ്ങളെ ഗസ്റ്റായിട്ട് അവർ സ്വീകരിക്കില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കരുനീക്കൊക്കെ ആണെങ്കിൽ. പിന്നെ ഞങ്ങളെ കാണാൻ വന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു തന്നത് ജെറിൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ PSC അധ്യാപകരാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നവരാണ്. അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധം മാത്രം. അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് പണം തരുന്നു. അന്ന് രാത്രിയത്തെ ഭക്ഷണം അദ്ദേഹം തട്ടുകടയിൽ നിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി തരുന്നു. ആ മനുഷ്യന്റെ ഒരു വരവ് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്, ആ ഒരു ഫണ്ടും. അല്ലാണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്ന് ഒരു കുഞ്ഞു പോലും. പിന്നെ എന്താ പറയുക, ആ ഭിക്ഷയായിട്ട് ബക്കറ്റിൽ കുറച്ച് അമ്മമാരും കുറച്ച് ഓട്ടോച്ചേട്ടന്മാരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചില്ലറ പൈസയും കുറച്ച് പൈസയൊക്കെ ഞങ്ങൾ അവസ്ഥ കണ്ടിട്ട് തരും. അവരെ കൈകളിലേക്ക് ഞങ്ങൾ കുഴഞ്ഞു വീഴാറുണ്ടായിരുന്നു. അവരൊക്കെ മക്കളെ നമുക്ക് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾ അച്ഛനമ്മയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു തരുന്നു. അല്ലാണ്ട് ഞങ്ങളുടെ പുറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ ഒന്നുമില്ല. തകർക്കാനും ഇതേ ആയുധമാണ് ഇവർ പുറത്തെടുത്തത്. ആശാ വർക്കർമാരെ സമരം നടക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു പന്തലെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലും ഇല്ല. ഞങ്ങൾ മറ്റേ പണ്ട് കഞ്ഞിയും കറിയും കറിയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചിരട്ടയോ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പന്തലൊക്കെ ഉണ്ടാക്കി മാറ്റി മാറ്റി കളിക്കൂലേ? അതുപോലെ മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് പോകും, അവിടെ വെയിൽ കൂടുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെയാണ് സാർ സത്യം. ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോട് അനവധി ഒരു മിനിറ്റ് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല ഈ സമരത്തെ കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർ ചർച്ചയ്ക്കെങ്കിലും വിളിക്കണ്ടേ മുജീബ് റഹ്മാൻ? എത്രയെത്ര സമരങ്ങൾ നടത്തിയാണെന്ന് ഇടതുമുന്നണി ഈ നിലയിലെത്തിയത് അല്ലേ? ആ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM എത്രയെത്ര സമരങ്ങൾ അവർ നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നമുക്കറിയാലോ. അപ്പോൾ നോക്കൂ, സമരങ്ങളോട് നിങ്ങൾക്കിപ്പോൾ പുച്ഛാണ്. നിങ്ങൾ വന്ന വഴി മറക്കുകയാണ്. ഒരു സമരങ്ങളോടും മിസ്റ്റർ അനിൽ നമ്പ്യാർ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുച്ഛമില്ല. എല്ലാ സമരങ്ങളെയും, ന്യായമായ എല്ലാ സമരങ്ങളെയും ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നവരാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആശമാരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞു. 100% രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണ് കേരളത്തിന്റെ ചരിത്രത്തില്. ഇതേപോലെ കുറച്ചുപേരെ ആക്ഷേപം തന്നെയാണല്ലോ ഈ WCPOമാരുടെ കാര്യത്തിലും ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലും അത് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എന്താ? ഇത് പുറത്തു നിന്ന് ആരോ ഫണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ലേ? അവരുടെ ദയനീയ അവസ്ഥയാണ്. ആ ചിത്രമാണ് ഇപ്പോ അനവധ്യ വരച്ചു കാട്ടിയത്. ഇതിൽ പര എന്ത് വേണം മുജീബേ? ആശമാരുടെ സമരവുമായി CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും ഇവരെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരാണ്. ഇനി ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. സ്വാഭാവികമായും ആ ദിവസങ്ങൾ കൂടി അങ്ങേക്കുന്ന കാക്ക അപ്പം 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാവും. 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാവും എന്ന ഒരു ഉറപ്പാണ് ഈ സംവാദത്തിൽ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ 3 ദിവസം ഇവരെ ഈ വെയിലത്തും മഴയത്തും കിടത്തണമെന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും എന്നാണ് പറയുന്നത്. ഇവരെ എന്തിനാണ് ഇവരെ ഇവിടെ കിടത്തുന്നത്? നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തൂടെ? അവരെ കിടത്തേണ്ട അവര് വന്ന് കിടക്കുന്നത് കൊണ്ടാണ്. അവർക്ക് വേറെ മാർഗമില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമനം കൊടുക്കും. സ്വാഭാവികമായ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എത്രയോ വർഷങ്ങൾ നീട്ടിയിട്ടുള്ള മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു ജോലി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പ് ആ കൊടുക്ക്. തീരുമാനത്തിന് അനുസൃതമായി ഇവരെ നടപ്പിലാക്കും. കാണാൻ എന്തുകൊണ്ട് കൂട്ടാക്കുന്നില്ല? ആഭ്യന്തര വകുപ്പ് അവരെ കൈകാര്യം കാണുക ചെയ്യുന്ന എന്നുള്ളതിനേക്കാൾ മുഖ്യമന്ത്രിയല്ലേ? എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സമരം അതിന് ചെയ്യുന്നവർ തയ്യാറാവുന്നില്ല? അവർക്ക് ഇല്ലെങ്കിൽ പോട്ടെ, അവർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എങ്കിലും ചുമതലപ്പെടുത്തുന്നേ. സമരം ചെയ്യുന്നവർക്ക് അവിടേക്ക് പോയി കാണാമല്ലോ. അവരെ ആരെങ്കിലും സാർ തടഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് ശ്രമിക്കുന്നുണ്ട് സാർ, നടക്കുന്നില്ല. കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. സമരം ചെയ്യുന്നവരുടെ അടുക്കലേക്കല്ല ചെല്ലുന്നത്. ആദ്യം എന്താണ്, ഒരു സമരം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൊടുത്ത് സാർ, നോട്ടീസ് കൃത്യമായി മാർച്ച് മാസം ഞങ്ങള് മറ്റേ ഈ പോലീസ് അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പൊ നിയമം വിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അത് ഇവർക്കെതിരെ കൃത്യമായി കേസെടുത്താൽ- നോട്ടീസ് കൊടുത്തു. ആ കേസെടുത്താൽ കേസ് പേടിച്ചിട്ടാണ് പോലീസ് നാളെ ഇവർക്ക് പ്രശ്നമാവും. ഇവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി അവതാളത്തിലാവും. നിങ്ങൾ അതിനാണോ തള്ളിവിടുന്നത് ഇവരെ? നാളെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ചാർജുള്ള മുഖ്യമന്ത്രിയെ ഒന്ന് കാണാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താട്ടെ. സാർ ഇപ്പൊ ലൈവായിട്ട് പറഞ്ഞ ഞാൻ നാളെ പോയിട്ട് കാണാം. സാർ ഇപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി മുഖ്യമന്ത്രിയെ കാണുക. നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണുക. എവിടെ മുഖ്യമന്ത്രി? പിണറായി പെരുമ നടത്തിക്കൊണ്ടിരിക്കുക. പിണറായി പെരുമ അവിടെ വിഷു ആഘോഷം തകൃതിയായി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ. പിണറായി പെരുമ ആ ആഘോഷം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തും. അത് കഴിഞ്ഞ് 21-ാം തീയതി അദ്ദേഹം വീണ്ടും ഉലകം ചുറ്റും